ഫ്രണ്ട്സ്, സൗരയൂഥവും അതിൻ്റെ സവിശേഷതകളും എന്ന പാഠഭാഗത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണിത്. നാം 8 ഗ്രഹങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം എന്നിവയെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 3 ഗ്രഹങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് ശനി. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് ശനി. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ശനിയാണ്. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ശനിയാണ്. ശനിയുടെ വലിപ്പം ഭൂമിയുടെ 95 മടങ്ങ് കൂടുതലാണ്. ഭൂമിയുടെ 95 മടങ്ങ് കൂടുതലാണ് ശനിയുടെ വലിപ്പം. സൂര്യനിൽ നിന്നുള്ള ശനിയുടെ അകലം 9.5 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. സൂര്യനിൽ നിന്നുള്ള ശനിയുടെ അകലം 9.5 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. ഏറ്റവും അധികം ഹൈഡ്രജൻ സമ്പുഷ്ടമായ ഗ്രഹമാണ് ശനി. ഏറ്റവും അധികം ഹൈഡ്രജൻ സമ്പുഷ്ടമായ ഗ്രഹമാണ് ശനി. ശനിയുടെ പരിക്രമണകാലം 29 വർഷങ്ങളാണ്. ശനിയുടെ പരിക്രമണകാലം 29 വർഷങ്ങളാണ്. ശനിയുടെ പാലായന പ്രവേഗം 35.5 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ശനിയുടെ പാലായന പ്രവേഗം 35.5 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ജസ്റ്റ് ഒന്ന് പറയാം. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് ശനി. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ശനിയാണ്. ശനിയുടെ വലിപ്പം ഭൂമിയുടെ 95 മടങ്ങ് കൂടുതലാണ്. സൂര്യനിൽ നിന്നുള്ള ശനിയുടെ അകലം 9.5 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. ഏറ്റവും അധികം ഹൈഡ്രജൻ സമ്പുഷ്ടമായ ഗ്രഹമാണ് ശനി. ശനിയുടെ പരിക്രമണകാലം 29 വർഷങ്ങളാണ്. ശനിയുടെ പാലായന പ്രവേഗം 35.5 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. ആദ്യ ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുണ്ട്. രാത്രി ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഗ്രഹങ്ങളാണ് ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നിവ. ഇതിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം ശനിയാണ്. മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് ശനിയെ വ്യത്യസ്തമാക്കുന്നത് ശനിക്ക് ചുറ്റുമുള്ള വലയങ്ങളാണ്. നോട്ട് ചെയ്യാം. മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും ശനിയെ വ്യത്യസ്തമാക്കുന്നത് ശനിക്ക് ചുറ്റുമുള്ള വലയങ്ങളാണ്. ശനി ഗ്രഹത്തിന്റെ വലയങ്ങളെ കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലിയാണ്. 1610 ഗലീലിയോ ഗലീലിയാണ് ശനി ഗ്രഹത്തിന്റെ വലയങ്ങളെ കണ്ടുപിടിച്ചത്. 1610 ഗലീലിയോ ഗലീലിയാണ് ശനി ഗ്രഹത്തിന്റെ വലയങ്ങളെ കണ്ടുപിടിച്ചത്. പൊടിപടലങ്ങളാലും മഞ്ഞുകട്ടകളാലും നിർമ്മിതമാണ് ശനിയുടെ വലയമെന്ന് നിർവചിച്ചത് വില്യം ഹെർഷലാണ്. ശനിഗ്രഹത്തിന്റെ വലയങ്ങളെ കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലിയാണ്. പൊടിപടലങ്ങളാലും മഞ്ഞുകട്ടകളാലും നിർമ്മിതമാണ് ശനിയുടെ വലയമെന്ന് നിർവചിച്ചത് വില്യം ഹെർഷലാണ്. ABC എന്നിങ്ങനെ 3 വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ശനിയാണ്. ABC എന്നിങ്ങനെ 3 വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ശനിയാണ്. റോമാക്കാരുടെ കൃഷിയുടെ ദേവന്റെ പേര് നൽകപ്പെട്ട ഗ്രഹം ശനിയാണ്. റോമാക്കാരുടെ കൃഷിയുടെ ദേവന്റെ പേര് നൽകപ്പെട്ട ഗ്രഹം ശനിയാണ്. ജലത്തിന്റെ സാന്ദ്രതയേക്കാളും കുറഞ്ഞ സാന്ദ്രതയുള്ള ഗ്രഹമാണ് ശനി. നോട്ട് ചെയ്യാം. ജലത്തിന്റെ സാന്ദ്രതയേക്കാളും കുറഞ്ഞ സാന്ദ്രതയുള്ള ഗ്രഹമാണ് ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. കരിമഴ പെയ്യുന്ന ഗ്രഹം, സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം ശനിയാണ്. കരിമഴ പെയ്യുന്ന ഗ്രഹം, സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്നതും ശനിയിലാണ്. ശനിയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. പറഞ്ഞു നോക്കാം. മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് ശനിയെ വ്യത്യസ്തമാക്കുന്നത് ശനിക്ക് ചുറ്റുമുള്ള വലയങ്ങളാണ്.
നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് ശനിയെ വ്യത്യസ്തമാക്കുന്നത് ശനിക്ക് ചുറ്റുമുള്ള വലയങ്ങളാണ്. ശനി ഗ്രഹത്തിന്റെ വലയങ്ങളെ കണ്ടുപിടിച്ചത് 1610 ഗലീലിയോ ഗലീലിയാണ്. പൊടിപടലങ്ങളാലും മഞ്ഞുകട്ടകളാലും നിർമ്മിതമാണ് ശനിയുടെ വലയമെന്ന് നിർവചിച്ചത് വില്യം ഹെർഷലാണ്. ABC എന്നിങ്ങനെ 3 വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി. റോമാക്കാരുടെ കൃഷിയുടെ ദേവന്റെ പേരു നൽകപ്പെട്ട ഗ്രഹം ശനിയാണ്. ജലത്തിന്റെ സാന്ദ്രതയേക്കാളും കുറഞ്ഞ സാന്ദ്രതയുള്ള ഗ്രഹമാണ് ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം, കരിമഴ പെയ്യുന്ന ഗ്രഹം, സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം എന്നിവയെല്ലാം ശനിയാണ്. ശനിയുടെ പ്രധാന ഉപഗ്രഹങ്ങളാണ് ടൈറ്റൻ, പ്രൊമിത്യൂസ്, അറ്റ്ലസ്, ഹെലൻ, പൻഡോറ, മീമാസ്, റിയ, മേത്തീസ്, ഹെപ്പേരിയോൺ. ശനിയുടെ പ്രധാന ഉപഗ്രഹങ്ങളാണ് ടൈറ്റൻ, പ്രൊമിത്യൂസ്, അറ്റ്ലസ്, ഹെലൻ, പൻഡോറ, മീമാസ്, റിയ, തേത്തീസ്, ഹെപ്പേരിയോൺ എന്നിവ. ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരുകളാണ്. ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരുകളാണ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. ടൈറ്റനെ കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. ടൈറ്റൻ എന്ന ഉപഗ്രഹത്തെ കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ടൈറ്റനാണ്. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ടൈറ്റനാണ്. ശനിയുടെ ഏത് ഉപഗ്രഹത്തിലാണ് സമുദ്രത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ടൈറ്റനാണ്. നോട്ട് ചെയ്യാം. ശനിയുടെ ഏത് ഉപഗ്രഹത്തിലാണ് സമുദ്രത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്? സമുദ്രത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ. ഭൂമിയുടെ അപരൻ, ഭൂമിയുടെ ഭൂതകാലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഉപഗ്രഹമാണ് ടൈറ്റൻ. ഭൂമിയുടെ അപരൻ, ഭൂമിയുടെ ഭൂതകാലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഉപഗ്രഹം ടൈറ്റനാണ്. ശനിയെയും അവയുടെ ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കുവാനായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകമാണ് കാസിനി-ഹ്യൂജൻസ്. ശനിയെയും അവയുടെ ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കുവാനായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകമാണ് കാസിനി-ഹ്യൂജൻസ്. കാസിനി-ഹ്യൂജൻസ് എന്ന പേടകം വിക്ഷേപിച്ചത് 1997 ഒക്ടോബർ 15-നാണ്. കാസിനി-ഹ്യൂജൻസ് എന്ന പേടകം വിക്ഷേപിച്ചത് 1997 ഒക്ടോബർ 15-നാണ്. 20 വർഷത്തെ നിരീക്ഷണങ്ങൾക്കു ശേഷം 2017 സെപ്റ്റംബർ 15-ന് കാസിനിയുടെ പ്രവർത്തനം നിലച്ചു. ശനിയെയും അവയുടെ ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കുവാനായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകമാണ് കാസിനി-ഹ്യൂജൻസ്. കാസിനി-ഹ്യൂജൻസ് വിക്ഷേപിച്ചത് 1997 ഒക്ടോബർ 15-നാണ്. 20 വർഷത്തെ നിരീക്ഷണങ്ങൾക്കു ശേഷം 2017 സെപ്റ്റംബർ 15-ന് കാസിനിയുടെ പ്രവർത്തനം നിലച്ചു. ശനി ഗ്രഹത്തിന് സമീപം ആദ്യമായി എത്തിയ അമേരിക്കയുടെ ബഹിരാകാശ വാഹനമാണ് പയനിയർ 11. ശനി ഗ്രഹത്തിന് സമീപം ആദ്യമായി എത്തിയ അമേരിക്കയുടെ ബഹിരാകാശ വാഹനമാണ് പയനിയർ 11. പയനിയർ 11 ശനി ഗ്രഹത്തിന് സമീപം ആദ്യമായി എത്തിയ അമേരിക്കയുടെ ബഹിരാകാശ വാഹനം. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ശനിയുടെ പ്രധാന ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചു. ടൈറ്റൻ, പ്രൊമിത്യൂസ്, അറ്റ്ലസ്, ഹെലൻ, പൻഡോറ, മീമാസ്, റിയ, തേത്തീസ്, ഹെപ്പേരിയോൺ. ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരുകളാണ്.
പിന്നെ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ചത്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. ടൈറ്റനെ കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ടൈറ്റനാണ്. ശനിയുടെ സമുദ്രത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ. സമുദ്രത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ. ഭൂമിയുടെ അപരൻ, ഭൂമിയുടെ ഭൂതകാലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഉപഗ്രഹം ടൈറ്റനാണ്. ശനിയെയും അവയുടെ ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കുവാനായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകമാണ് കാസിനി ഹ്യൂജൻസ്. കാസിനി ഹ്യൂജൻസ് വിക്ഷേപിച്ചത് 1997 ഒക്ടോബർ 15-നാണ്. 20 വർഷത്തെ നിരീക്ഷണങ്ങൾക്കു ശേഷം 2017 സെപ്റ്റംബർ 15-ന് കാസിനിയുടെ പ്രവർത്തനം നിലച്ചു. ശനി ഗ്രഹത്തിന് സമീപം ആദ്യമായി എത്തിയ അമേരിക്കയുടെ ബഹിരാകാശ വാഹനമാണ് പയനിയർ 11. അടുത്ത ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാം. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് ആണ്. യുറാനസിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഹെർഷൽ. വില്യം ഹെർഷൽ 1781 യുറാനസിനെ കണ്ടെത്തിയത്. വില്യം ഹെർഷൽ 1781 യുറാനസിനെ കണ്ടെത്തിയത്. ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ആദ്യ ഗ്രഹമാണ് യുറാനസ്. ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ആദ്യ ഗ്രഹം യുറാനസ് ആണ്. ഇത് ഒരു PYQ ആണ്, നോട്ട് ചെയ്യാം. വലിപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള ഗ്രഹമാണ് യുറാനസ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള ഗ്രഹം യുറാനസ് ആണ്. യുറാനസിന്റെ അച്ചുതണ്ടിന്റെ ചരിവ് 98 ഡിഗ്രിയാണ്. യുറാനസിന്റെ അച്ചുതണ്ടിന്റെ ചരിവ് 98 ഡിഗ്രിയാണ്. യുറാനസിന്റെ ധ്രുവങ്ങൾ സൂര്യന് നേരെ വരാൻ കാരണം അച്ചുതണ്ടിന്റെ ചരിവാണ്. യുറാനസിന്റെ ധ്രുവങ്ങൾ സൂര്യന് നേരെയാണ് വരുന്നത്. ഇതിനുള്ള കാരണം യുറാനസിന്റെ അച്ചുതണ്ടിന്റെ ചരിവാണ്. യുറാനസിന്റെ വലിപ്പം 4 ഇരട്ടിയാണ്. യുറാനസിന്റെ വലിപ്പം ഭൂമിയുടെ 4 ഇരട്ടിയാണ്. സൂര്യനിൽ നിന്നുള്ള യുറാനസിന്റെ അകലം 19.6 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. സൂര്യനിൽ നിന്നുള്ള യുറാനസിന്റെ അകലം 19.6 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. നീലഹരിതവർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. നീലഹരിതവർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹം യുറാനസ് ആണ്. മീഥെയിന്റെ സാന്നിധ്യത്താലാണ് യുറാനസ് നീലഹരിതവർണ്ണത്തിൽ കാണപ്പെടുന്നത്. നോട്ട് ചെയ്യാം. യുറാനസ് നീലഹരിതവർണ്ണത്തിൽ കാണപ്പെടുന്നത് മീഥെയിൻ വാതകത്തിന്റെ സാന്നിധ്യത്താലാണ്. പറഞ്ഞു നോക്കാം. യുറാനസ് അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. യുറാനസിനെ കണ്ടെത്തിയത് 1781 വില്യം ഹെർഷലാണ്. ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ആദ്യ ഗ്രഹമാണ് യുറാനസ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള ഗ്രഹം യുറാനസ് ആണ്. യുറാനസിന്റെ അച്ചുതണ്ടിന്റെ ചരിവ് 98 ഡിഗ്രിയാണ്. യുറാനസിന്റെ ധ്രുവങ്ങൾ സൂര്യന് നേരെ വരാൻ കാരണം അച്ചുതണ്ടിന്റെ ചരിവാണ്. യുറാനസിന്റെ വലിപ്പം ഭൂമിയുടെ വലിപ്പത്തിന്റെ 4 ഇരട്ടിയാണ്. സൂര്യനിൽ നിന്നുള്ള യുറാനസിന്റെ അകലം 19.6 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. നീലഹരിത വർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. മീഥെയിൻ വാതകത്തിന്റെ സാന്നിധ്യത്താലാണ് യുറാനസ് നീലഹരിതവർണ്ണത്തിൽ കാണപ്പെടുന്നത്. നമ്മൾ പഠിച്ചു അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് ആണെന്ന്. അതുപോലെ പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് ആണ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മാത്രമല്ല പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസിനെയാണ്. ഉരുളുന്ന ഗ്രഹം, ശയന പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം, ശയന പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് യുറാനസിനെയാണ്.
അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. യുറാനസിന്റെ വിശേഷണങ്ങളാണ്, നോട്ട് ചെയ്യാം. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ്, ഉരുളുന്ന ഗ്രഹമാണ്, പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു, ശയന പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു, കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു, പച്ചഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് യുറാനസിനെയാണ്. യുറാനസിന്റെ ഭ്രമണകാലം 17 മണിക്കൂറാണ്. യുറാനസിന്റെ ഭ്രമണകാലം 17 മണിക്കൂറാണ്. യുറാനസിന്റെ പരിക്രമണകാലം 84 വർഷങ്ങളാണ്. യുറാനസിന്റെ പരിക്രമണകാലം 84 വർഷങ്ങളാണ്. യുറാനസിന്റെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം ഏകദേശം 27ഓളമാണ്. യുറാനസിന്റെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം ഏകദേശം 27ഓളമാണ്. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്ന ഗ്രഹമാണ് യുറാനസ്. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്ന ഗ്രഹമാണ് യുറാനസ്. ശനി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു, ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരുകളാണ്, അല്ലേ? എന്നാൽ യുറാനസിന്റെ ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. യുറാനസിന്റെ പ്രധാന ഉപഗ്രഹങ്ങളാണ് ഏരിയൽ, മിറാൻഡ, കാലിബാൻ, ടൈറ്റാനിയ, ജൂലിയറ്റ്, ഡെസ്റ്റിമോണ, പ്രോസ്പെറോ എന്നിവ. ഏരിയൽ, മിറാൻഡ, കാലിബാൻ, ടൈറ്റാനിയ, ജൂലിയറ്റ്, ഡെസ്റ്റിമോണ, പ്രോസ്പെറോ എന്നിവ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നു, ഉരുളുന്ന ഗ്രഹം, ശയന പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് യുറാനസിനെയാണ്. യുറാനസിന്റെ ഭ്രമണകാലം 17 മണിക്കൂറാണ്. യുറാനസിന്റെ പരിക്രമണകാലം 84 വർഷങ്ങളാണ്. യുറാനസിന്റെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം ഏകദേശം 27ഓളമാണ്. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്ന ഗ്രഹമാണ് യുറാനസ്. യുറാനസിന്റെ പ്രധാന ഉപഗ്രഹങ്ങളാണ് ഏരിയൽ, മിറാൻഡ, കാലിബാൻ, ടൈറ്റാനിയ, ജൂലിയറ്റ്, ഡെസ്റ്റിമോണ, പ്രോസ്പെറോ എന്നിവ. അപ്പോൾ നമ്മൾ ശനി, യുറാനസ് എന്നീ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചു. അടുത്തത് പഠിക്കുന്നത് നെപ്റ്റ്യൂണിനെ കുറിച്ചാണ്. സമുദ്രത്തിന്റെ ദേവനായ വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് യുറാനസ് ആണ്. വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സമുദ്രത്തിന്റെ ദേവനായ വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയ വാനനിരീക്ഷകനാണ് ജൊഹാൻ ഗാലി. നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയ വാനനിരീക്ഷകനാണ് ജൊഹാൻ ഗാലി. 1846 ജൊഹാൻ ഗാലി നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത്. 1846 ജൊഹാൻ ഗാലി എന്ന വാനനിരീക്ഷകൻ നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത്. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പരിക്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പരിക്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിന്റെ പരിക്രമണ വേഗത 5.4 km/s. നെപ്റ്റ്യൂണിന്റെ പരിക്രമണ വേഗത 5.4 km/s. നെപ്റ്റ്യൂണിന്റെ പരിക്രമണ കാലം 164 ഭൗമവർഷങ്ങളാണ്. നെപ്റ്റ്യൂണിന്റെ പരിക്രമണ വേഗത 5.4 km/s. നെപ്റ്റ്യൂണിന്റെ പരിക്രമണ കാലം 164 ഭൗമവർഷങ്ങളാണ്. നെപ്റ്റ്യൂണിന്റെ ഭ്രമണകാലം 16 മണിക്കൂറാണ്. നെപ്റ്റ്യൂണിന്റെ ഭ്രമണകാലം 16 മണിക്കൂറാണ്. സൂര്യനിൽ നിന്നുള്ള നെപ്റ്റ്യൂണിന്റെ അകലം 30 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. സൂര്യനിൽ നിന്നുള്ള നെപ്റ്റ്യൂണിന്റെ അകലം 30 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. നെപ്റ്റ്യൂണിന്റെ പാലായന പ്രവേഗം 23.5 km/s. നെപ്റ്റ്യൂണിന്റെ പാലായന പ്രവേഗം 23.5 km/s. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. 30 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലമുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ.
പറഞ്ഞു നോക്കാം. സമുദ്രത്തിന്റെ ദേവനായ വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയ വാനനിരീക്ഷകനാണ് ജോഹാൻ ഗാലി. നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത് 1846 ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പരിക്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിന്റെ പരിക്രമണ വേഗത 5.4 km/s. നെപ്റ്റ്യൂണിന്റെ പരിക്രമണ കാലം 164 ഭൗമവർഷങ്ങളാണ്. നെപ്റ്റ്യൂണിന്റെ ഭ്രമണകാലം 16 മണിക്കൂറാണ്. സൂര്യനിൽ നിന്നുള്ള നെപ്റ്റ്യൂണിന്റെ അകലം 30 astronomical യൂണിറ്റാണ്. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂണിന്റെ പാലായന പ്രവേഗം 23.5 km/s. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമുള്ള ഗ്രഹം നെപ്റ്റ്യൂണാണ്. നോട്ട് ചെയ്യാം. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമുള്ള ഗ്രഹം നെപ്റ്റ്യൂണാണ്. ഇതുവരെ നെപ്റ്റ്യൂണിന്റെ ഏകദേശം 14 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ട്രൈറ്റനാണ്. നോട്ട് ചെയ്യുക, ട്രൈറ്റൻ. നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ട്രൈറ്റനാണ്. മാതൃഗ്രഹത്തിന്റെ ഭ്രമണത്തിന്റെ എതിർദിശയിൽ പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹമാണ് ട്രൈറ്റൻ. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. ഇത് ട്രൈറ്റൻ ആണ്. നോട്ട് ചെയ്ത് പഠിക്കാം. നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ട്രൈറ്റൻ. മാതൃഗ്രഹത്തിന്റെ ഭ്രമണത്തിന്റെ എതിർദിശയിൽ പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹമാണ് ട്രൈറ്റൻ. സൗരയൂഥത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഉപഗ്രഹം നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹം ട്രൈറ്റണിലാണ്. യൂഥത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഉപഗ്രഹം നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹമായ ട്രൈറ്റണിലാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. മണിക്കൂറിൽ 2000 കിലോമീറ്റർ വേഗത്തിലാണ് ഇവിടെ കൊടുങ്കാറ്റ് വീശുന്നത്. നെപ്റ്റ്യൂണിനെ നിരീക്ഷിച്ച പേടകമാണ് വോയേജർ 2. 1977 വോയേജർ 2 നെപ്റ്റ്യൂണിനെ നിരീക്ഷിച്ചത്. നെപ്റ്റ്യൂണിനെ നിരീക്ഷിച്ച പേടകമാണ് വോയേജർ 2. 1977 നെപ്റ്റ്യൂണിനെ കുറിച്ചുള്ള ഗണിത നിർവചനം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഉർബൈൻ ലെ വെരിയർ. നെപ്റ്റ്യൂണിനെ കുറിച്ചുള്ള ഗണിത നിർവചനം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഉർബൈൻ ലെ വെരിയർ. മാന്ത്രികന്റെ കണ്ണ് എന്ന ചുഴലിക്കൊടുങ്കാറ്റ് മേഖല ദൃശ്യമാകുന്ന ഗ്രഹം നെപ്റ്റ്യൂണാണ്. മാന്ത്രികന്റെ കണ്ണ് എന്ന ചുഴലിക്കൊടുങ്കാറ്റ് മേഖല ദൃശ്യമാകുന്ന ഗ്രഹം നെപ്റ്റ്യൂണാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹം നെപ്റ്റ്യൂണാണ്. ശനി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു ABC എന്നിങ്ങനെ 3 വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ശനിയാണെന്ന്. അതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹം നെപ്റ്റ്യൂണാണ്. മാറിപ്പോവരുത്. പറഞ്ഞു നോക്കാം. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഇതുവരെ നെപ്റ്റ്യൂണിന്റെ ഏകദേശം 14 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ട്രൈറ്റനാണ്. മാതൃഗ്രഹത്തിന്റെ ഭ്രമണത്തിന്റെ എതിർദിശയിൽ പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹമാണ് ട്രൈറ്റൻ. സൗരയൂഥത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഉപഗ്രഹം നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹമായ ട്രൈറ്റണിലാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. മണിക്കൂറിൽ 2000 കിലോമീറ്റർ വേഗത്തിലാണ് ഇവിടെ കൊടുങ്കാറ്റ് വീശുന്നത്. നെപ്റ്റ്യൂണിനെ നിരീക്ഷിച്ച പേടകമാണ് വോയേജർ 2. 1977 നെപ്റ്റ്യൂണിനെ കുറിച്ചുള്ള ഗണിത നിർവചനം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഉർബൈൻ ലെ വെരിയർ. മാന്ത്രികന്റെ കണ്ണ് എന്ന ചുഴലിക്കൊടുങ്കാറ്റ് മേഖല ദൃശ്യമാകുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹം നെപ്റ്റ്യൂണാണ്. ഇപ്പം നമ്മൾ 8 ഗ്രഹങ്ങളെക്കുറിച്ചും പഠിച്ചിരിക്കുകയാണ്. ഇനി ഈ പഠിച്ച 8 ഗ്രഹങ്ങളുടെ
വിശേഷണങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ആകാശത്തിലെ മറുത എന്നറിയപ്പെടുന്നത് ബുധനെയാണ്. തുരുമ്പിച്ച ഗ്രഹമാണ് ചൊവ്വ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയെയാണ്. നീലഗ്രഹമാണ് ഭൂമി. പ്രദോഷ ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനെയാണ്. പ്രഭാത നക്ഷത്രമാണ് ശുക്രൻ. തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. സൂര്യൻ്റെ അരുമ എന്നറിയപ്പെടുന്നത് ശുക്രനെയാണ്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനെയാണ്. പച്ചഗ്രഹം യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം യുറാനസ് ആണ്. കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ആകാശപിതാവ് എന്നറിയപ്പെടുന്നത് യുറാനസിനെയാണ്. പറഞ്ഞു നോക്കാം. ആകാശത്തിലെ മറുത ബുധനാണ്. തുരുമ്പിച്ച ഗ്രഹമാണ് ചൊവ്വ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയെയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയെയാണ്. പ്രദോഷ ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനെയാണ്. പ്രഭാത നക്ഷത്രം ശുക്രനാണ്. തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നതും സൂര്യൻ്റെ അരുമ എന്നറിയപ്പെടുന്നതും ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതും ശുക്രനെയാണ്. പച്ചഗ്രഹം, ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം, ആകാശപിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് യുറാനസിനെയാണ്. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ഏറ്റവും തണുത്ത ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ. ഭ്രമണവേഗത കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹമാണ് ശുക്രൻ. പരിക്രമണ വേഗത കൂടിയ ഗ്രഹമാണ് ബുധൻ. പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ബുധൻ. ഭാരം കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഭാരം കുറഞ്ഞ ഗ്രഹമാണ് ശനി. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് ഭൂമി. സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹമാണ് ഭൂമി. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും കുറവ് ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ബുധനാണ്. ഇനി ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ച കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. ഏറ്റവും വലിയ ഉപഗ്രഹമാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീഡ്. ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ചൊവ്വയുടെ ഉപഗ്രഹമായ ഡീമോസ്. രണ്ടാമത്തെ വലിയ ഉപഗ്രഹമാണ് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹമാണ് വ്യാഴം. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങളാണ് ബുധൻ, ശുക്രൻ എന്നിവ. ഒരേ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹമാണ് ഭൂമി. 2 ഉപഗ്രഹങ്ങൾ മാത്രമുള്ള ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റാനിയ. നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൻ. പറഞ്ഞു നോക്കാം. ഏറ്റവും വലിയ ഉപഗ്രഹമാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീഡ്. ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ചൊവ്വയുടെ ഉപഗ്രഹമായ ഡീമോസ്. രണ്ടാമത്തെ വലിയ ഉപഗ്രഹമാണ് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹമാണ് വ്യാഴം. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങളാണ് ബുധൻ, ശുക്രൻ എന്നിവ. ഒരേ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹമാണ് ഭൂമി. 2 ഉപഗ്രഹങ്ങൾ മാത്രമുള്ള ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഫോബോസ് ആണ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റാനിയ. നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൻ. അപ്പോൾ നമ്മൾ സവിശേഷതകളും എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ഗ്രഹങ്ങളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും എല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എല്ലാ പോയിന്റ്സുകളും പഠിച്ചിട്ടുണ്ട്. ഇത് നോട്ട് ചെയ്ത് പഠിക്കുക.